ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയൻ ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസമാണ്. പരിശുദ്ധമ്മയോടുള്ള സ്നേഹത്തിൽ ഒരുപാട് ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നൊരു മാസമാണിത്. ഈ ഒരു മാസത്തിൽ മാത്രം ചൊല്ലുന്നൊരു പ്രാർത്ഥനയല്ല ജപമാല. നമുക്ക് എല്ലാ ദിവസവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഈ ജപമാല നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ശക്തി. അതാണ് ശരിക്കും നമ്മുടെ കുടുംബത്തിന്റെ ഒരു ശക്തി. പരിശുദ്ധമ്മ ഫാത്തിമയിൽ ആ 3 കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞതും ഇത് തന്നെയാണ്. ധാരാളമായി ജപമാല ചൊല്ലുക. 1917 മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെ എല്ലാ മാസവും 13-ാം തീയതി ഫ്രാൻസിസ്, ലൂസി, ജസീന്ത എന്നീ 3 കുഞ്ഞുങ്ങൾക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടു. എന്നെ അത്ഭുതപ്പെടുത്തിയത് എല്ലാ മാസവും 13-ാം തീയതി കൃത്യമായി അമ്മ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, 13-ാം തീയതി ഈ കുന്നിൻ ചെരുവിൽ വരിക. ആ കുന്നിൻ ചെരുവിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് അമ്മ പ്രത്യക്ഷപ്പെടുന്നു. നമ്മുടെ കലണ്ടർ സ്വർഗത്തിലെയും കലണ്ടറാണ്. അമ്മയ്ക്കറിയാം ഇവിടുത്തെ കലണ്ടർ. അതാണ് ആ 13-ാം തീയതി മാതാവ് കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് ആ കുഞ്ഞുങ്ങളോടൊപ്പം അമ്മ ആയിരിക്കാൻ കഴിയുന്നത്. ആടുകളെ മേയ്ക്കാൻ പോയ കുഞ്ഞുങ്ങളാണ്. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആടുകളെ മേയ്ക്കുന്ന സമയത്ത് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത മക്കളാണെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ അവര് പ്രാർത്ഥിക്കും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കും. വലിയ വിദ്യാഭ്യാസമില്ല, വലിയ സാമ്പത്തികമില്ല, ജോലിക്കോ പഠനത്തിനോ ഒന്നും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, ദാരിദ്ര്യമാണ് അവരുടെ ഭവനത്തിൽ എന്നാണ് അറിയുക. പക്ഷെ ഈ കുഞ്ഞുങ്ങള് പ്രാർത്ഥിക്കാൻ അറിയാം. അതായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രാർത്ഥിക്കാൻ അറിയുന്ന കുഞ്ഞുങ്ങൾക്കാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 1 അല്ല, 6 പ്രാവശ്യം. ആ പ്രത്യക്ഷവും ഈ ഒക്ടോബർ മാസത്തിന്റെ 13-ാം തീയതിയിലാണ്. ഓരോ ദിവസവും കുഞ്ഞുങ്ങളോടൊപ്പം അമ്മ ചെലവിടുന്ന സമയങ്ങൾ. എന്നിട്ട് പറയും പ്രാർത്ഥിക്കാൻ. ഓരോ ഡീക്കൈഡിന്റെ അവസാനം കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അമ്മ പഠിപ്പിച്ചു. ഓ എന്റെ ഈശോയെ എന്നുള്ള പ്രാർത്ഥന. ഓരോ ജപമാല രഹസ്യം കഴിയുമ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നുണ്ട്. ഫാത്തിമ പ്രയർ എന്നാണ് അതിനെ വിളിക്കുക. കാരണം അമ്മ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണത്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് വലിയ മഹത്വമുണ്ട്, വലിയ അനുഗ്രഹമുണ്ട്. കാരണം അമ്മ പഠിപ്പിച്ചു കൊടുത്തതാ ഈ കുഞ്ഞുങ്ങൾക്ക്, അതായത് ഈ ലോകത്തിന്. ആ പ്രാർത്ഥന ഓരോ ഡിക്കേഡിന്റെയും അവസാനം ആ പ്രാർത്ഥന ചൊല്ലുമ്പോ ഈ കുഞ്ഞുങ്ങളോടൊപ്പം അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു വച്ചത് കുടുംബത്തിന്റെ സമാധാനത്തിനും ലോകത്തിന്റെ സമാധാനത്തിനും, 1-ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് ലോകത്തിന്റെ സമാധാനത്തിനും ഒറ്റ മരുന്നേയുള്ളൂ, അതാണ് ജപമാല. എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ കുടുംബത്തില് ഒരു പക്ഷേ സമാധാനമില്ലാതെ പോകുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആ ജപമാല നഷ്ടപ്പെട്ടു പോകുന്നു. ആ കുടുംബ പ്രാർത്ഥന എന്ന പാരമ്പര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന്, കുടുംബം ഒന്നാകെ ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അതൊരു അത്ഭുത മാലയാണ്, അനുഗ്രഹമാലയാണ്. ആ മാല നമ്മുടെ ജീവിതത്തിന്റെ കൃപയാകണം, അനുഗ്രഹമാകണം. പ്രത്യേകിച്ച് ഒക്ടോബർ മാസം മാത്രമല്ല, എല്ലാ ദിവസവും. പക്ഷെ നമ്മൾ അറിയണം, അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന. അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മുടെ കൂടെ, ആ കുഞ്ഞുങ്ങളോടൊപ്പം ഫാത്തിമയിൽ ആ കുന്നിൻ ചെരുവിൽ അമ്മ ഇരുന്നത് പോലെ നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മുടെ കൂടെ ഇരിക്കും. എന്നിട്ട് ഓരോ ഡിക്കേഡിന്റെ അവസാനം ഫാത്തിമ പ്രയർ ചൊല്ലുമ്പോൾ അമ്മ നമ്മുടെ കൂടെ ഇരുന്ന് ആ പ്രാർത്ഥന ചൊല്ലും. അതുകൊണ്ട് അമ്മയോടുള്ള പ്രാർത്ഥന മുടക്കരുത്. അതാണ് അനുഗ്രഹം, അതാണ് കൃപ. അമ്മയുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.